ഹലോ, ഇന്നൊരു പുതിയൊരു ബ്രേക്ക്ഫാസ്റ്റോ സ്നാക്സൊക്കെ ആയിട്ട് ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്നൊരു സാധനമാണ് അവൽ കൊണ്ടാണ്. പോഹ എന്നാണ്, അതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. പോഹ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ: ഒരു ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത്, ഒരു കഷ്ണം സവോള ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 4-5 പച്ചമുളക് എരിവ് ആവശ്യത്തിന്, പിന്നെ നിലക്കടലയാണ് വേണ്ടത്. കുറച്ച് നിലക്കടലയും വേണം. അപ്പം ഞാനൊരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിൽ സൺഫ്ലവർ ഓയിലാണ്. അപ്പം നിലക്കടല വറുത്ത് ആ എണ്ണയിൽ തന്നെയാണ് നമുക്ക് ഈ ബാക്കി ഐറ്റംസും വേവിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി എണ്ണ കൂടുതലുണ്ട്. അപ്പോൾ ഇനി നിലക്കടല നമുക്കതിനകത്തേക്ക് ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നിലക്കടല ഒരുമാതിരി നന്നായിട്ട് മൂത്ത് വരണം. ഒത്തിരി അങ്ങ് മൊരിയണ്ട, അത്യാവശ്യം ഒന്ന് മൊരിഞ്ഞ് വന്നാൽ മതി. അപ്പോൾ ഏകദേശം നന്നായിട്ടൊക്കെ ഒന്ന് മൊരിഞ്ഞ് ബ്രൗൺ കളറൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ആ സമയത്ത് നമുക്കിത് വറുത്ത് കോരി മാറ്റി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. അതേ കണ്ടോ, മൂത്തിട്ട് കണ്ടോ, തൊലിയൊക്കെ പതുക്കെ പൊട്ടുന്ന. ഇനി നമുക്കിത് വറുത്ത് മാറ്റി കോരി വയ്ക്കാം. ഇനി ആ പാനിലേക്ക് തന്നെയാണ് നമ്മൾ ഈ ബാക്കി വെജിറ്റബിൾസ് വേവിക്കുന്നത്. അപ്പം നമുക്കിത് സവോള ആദ്യം നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം ഒന്നിച്ചിട്ട് കൊടുക്കാം. നമുക്ക് ഓരോന്നും മൂക്കണമെന്നില്ല. പച്ചമുളക് ഇട്ടു, ഇനി ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി മഞ്ഞൾപ്പൊടിയാണ് വേണ്ടത്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതും ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ച് ഇളക്കി. ഇനി ഇത് ഉരുളക്കിഴങ്ങ് ഒന്ന് നന്നായിട്ട് വേകണം. അതിനിത് നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിക്കാം. കാരണം ഉരുളക്കിഴങ്ങൊന്ന് വേകണ്ടേ. നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഞാൻ എടുത്തേക്കണ അവല് കനം കുറഞ്ഞത് 2-3 സൈസ് അവലുണ്ട്. കട്ടിയുള്ളതുണ്ട്, കട്ടി കുറഞ്ഞതുണ്ട്. അപ്പം ഞാൻ കട്ടി കുറഞ്ഞ കനം കുറഞ്ഞ അവലാണ് എടുത്തേക്കണത്. അത് നമുക്ക് ഒന്ന് തളിച്ചൊന്ന് സോഫ്റ്റ് ആക്കണം. ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ചാൽ കുഴഞ്ഞു പോകും. അപ്പം അത് ഇടുമ്പോൾ നമ്മൾ കുറേശ്ശെ വെള്ളം തളിച്ച് കൊടുത്താണ് നമുക്ക് എടുക്കേണ്ടത്. കട്ടിയുള്ള അവലാണെങ്കിൽ ശകലം വെള്ളം തളിച്ച് നമുക്ക് നേരത്തെ വെച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പം ഇത് കനം കുറഞ്ഞുകൊണ്ട് നമുക്ക് ഇപ്പോൾ വെള്ളം ഒഴിച്ച് വെക്കേണ്ട, വെള്ളം തളിച്ച് വെക്കേണ്ട. അല്ലെങ്കിൽ അത് കുഴഞ്ഞു പോകും. കനം കുറവല്ലേ, നമ്മൾ ഒട്ടിപ്പിടിച്ച് കുഴഞ്ഞു പോകും. അപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങ് ഞാൻ ഇടയ്ക്കൊക്കെ ഇളക്കി കൊടുത്തായിരുന്നു. ഒന്ന് നന്നായിട്ട് ഏകദേശം മൂത്തൊക്കെ വന്നിട്ടുണ്ട്. പച്ചമുളകും സവോളയും ഉരുളക്കിഴങ്ങ്. ഇനി നമ്മൾ വറുത്ത് വെച്ച നിലക്കടല അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. അപ്പം എന്നിട്ട് എല്ലാം കൂടി ഒന്നുകൂടി യോജിപ്പിക്കുക. ഇനി നമ്മുടെ അവല് അല്ലെങ്കിൽ പോഹ എന്നിട്ട് അതിനകത്തേക്ക് നമുക്ക് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്യുക. പതുക്കെ, അവലാകുമ്പോൾ കനം കുറഞ്ഞാണ്ട് നമ്മൾ പെട്ടെന്ന് ഇളക്കരുത്. പതുക്കെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കുക എല്ലാം കൂടി. എന്നിട്ട് നമ്മളൊരു ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് വെച്ചിട്ട് നമ്മൾ അത് കുറേശ്ശെ വെള്ളം ഇങ്ങനെ കൈ കൊണ്ടെടുത്ത് ഇങ്ങനെ തളിച്ചു കൊടുക്കണം. എന്നിട്ട് പിന്നെ അതൊന്ന് പതുക്കെ ഇളക്കി കൊടുക്കണം. പിന്നെയും കുറച്ച് വെള്ളം ഇതുപോലെ തളിച്ചു കൊടുക്കുക. തളിച്ച് കൊടുത്തു കഴിയുമ്പം എന്നിട്ടത് ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ച് ഉരുളക്കിഴങ്ങും പച്ചമുളകും ഓയിലും എല്ലാം കൂടി ഒന്ന് അതിലേക്ക് മിക്സായി ഉപ്പും ഒക്കെ നന്നായിട്ടാകും. ഒത്തിരി ഒഴിക്കരുത്, കുറേശ്ശെ.
നന്നായിട്ട് കണ്ടോ, പതുക്കെ 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 തീ അന്നേരം കുറച്ച് വെക്കണം. നമ്മൾ ഈ വെള്ളം ചേർക്കാൻ തുടങ്ങുമ്പോൾ അവലിട്ട് കഴിയുമ്പോൾ ഗ്യാസ് ലൈറ്റായിട്ട് തീരെ കുറച്ച് വെക്കുക. ഇപ്പം അത് ഇളക്കി എല്ലാം യോജിച്ച് ഓഫ് ചെയ്തു. ഇനി ഒരു സെർവിങ് ഡിഷിലേക്ക് നമുക്ക് മാറ്റാം. എന്ത് ടേസ്റ്റാണെന്നറിയാമോ, നല്ല സ്വാദാണ്. നമുക്ക് കഴിക്കാൻ ചൂടെ കഴിക്കണം. ഇതിന് കറികളൊന്നും വേണ്ട നമുക്ക്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.